നിയമസഭാ സമ്മേളനത്തിന്റെ കാര്യപരിപാടികൾ തീരുമാനിക്കുന്ന കാര്യോപദേശക സമിതി. ഈ സമിതിയിൽ പ്രതിപക്ഷാംഗങ്ങളുമുണ്ട്, ഭരണപക്ഷാംഗങ്ങളുമുണ്ട്. ഭരണപക്ഷത്തിനായിരിക്കും ഭൂരിപക്ഷം എന്നേയുള്ളൂ. എന്നിരുന്നാലും സമിതി ചർച്ച ചെയ്താണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക. എപ്പോഴൊക്കെയാണ് ബജറ്റ് അവതരിപ്പിക്കേണ്ടത്, എപ്പോഴാണ് ബജറ്റ് ചർച്ച, എപ്പോൾ സമ്മേളനം പിരിയണം, എപ്പോൾ സമ്മേളനത്തെ ഇടവേള നിശ്ചയിക്കണമെങ്കിൽ അതെപ്പോഴാണ് ഇടവേള നിശ്ചയിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാര്യോപദേശക സമിതി യോഗത്തിലാണ് തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രത്യേക പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് ദിവസമാണ് അത് അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഈ കാര്യോപദേശക സമിതിയാണ്. ഈ കാര്യോപദേശക സമിതി ഇന്ന് ചേരുകയും സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തീരുമാനമെടുക്കാനുള്ള കാര്യോപദേശക സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വലിയ വാക്കേറ്റമാണ് ഉണ്ടായത്. അവസാനം പ്രതിപക്ഷ നേതാവ് ഇറങ്ങിപ്പോയതായും വാർത്തകൾ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യോപദേശക സമിതി യോഗത്തിൽ സാധാരണയായി ഭരണപക്ഷാംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു വാക്പോര് സാധാരണ ഉണ്ടാകാറില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയാണ് പിരിയാറുള്ളത്. എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്യാറ്. എന്നാൽ പതിവിന് വിപരീതമായാണ് ഇന്ന് ഇരുവരും നേർക്കുനേർ വാക്പോരിൽ ഏറ്റുമുട്ടിയത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. UDF-ന്റെ ജാഥ തുടങ്ങുകയാണ്. ജാഥ തുടങ്ങുന്നത് കൊണ്ട് ആ സമയത്ത് സമ്മേളനം നടത്താൻ പാടില്ല, ബജറ്റ് അവതരണം മാറ്റണം, ബജറ്റ് ചർച്ച മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റ് നേരത്തെ തീരുമാനിച്ച ഫെബ്രുവരി 5 തന്നെ നടക്കും. ഫെബ്രുവരി 12, 13, 15 തീയതികളിലാണ് ചർച്ചയും വെച്ചിരിക്കുന്നത്. ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തെ ചർച്ചയാണ് ഉണ്ടാകാറുള്ളത്. അത് ഈ ദിവസങ്ങളിൽ 12, 13, 15 തീയതികളിലാണ് നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുകയും അങ്ങനെയാണ് തീരുമാനം നേരത്തെ എടുത്തിട്ടുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തു. ബജറ്റ് അവതരിപ്പിക്കുന്നത് നേരത്തെ ആക്കണം, അത് ഫെബ്രുവരി 2 തീയതി ആക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റ് അവതരണവും ചർച്ചയും അതേപോലെ തന്നെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, സഭയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷവുമായി സഹകരിച്ചാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്, ആ സഹകരണം തിരിച്ച് ഇങ്ങോട്ടും ലഭിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ആ സഹകരണം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട്, ആ തരത്തിലൊന്നും ഈ യോഗത്തിൽ വന്ന് വർത്തമാനം പറയേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി വളരെ ഉറച്ച ശബ്ദത്തിൽ പറയുകയും എന്നാൽ ഈ തരത്തിൽ ഞങ്ങളോട് സംസാരിക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ഒക്കെ ചെയ്തു. അവസാനം ഈ വാക്പോരിനൊടുവിൽ പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിനുശേഷം വീണ്ടും യോഗം തുടർന്നു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനു ശേഷം യോഗം തുടരുകയും ആ യോഗത്തിൽ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ ഉണ്ടായ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കും എന്നതുകൊണ്ടാണ്. ഫെബ്രുവരി മാസം 2ാം വാരത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും എന്ന വാർത്തകൾ ദില്ലിയിൽ നിന്നും വരുന്നുണ്ട്. അത്തരമൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്, ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാന ഇലക്ടറൽ ഓഫീസർക്കും ലഭിച്ചിട്ടുണ്ട്. തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണം, മെയ് മാസത്തോടെ ഇലക്ഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ക്രമീകരിക്കാൻ സംസ്ഥാന സർക്കാരിനോടും സംസ്ഥാന ഇലക്ടറൽ ഓഫീസറോടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിയമസഭാ സമ്മേളനം ഫെബ്രുവരി 15 വരെ മാത്രമാക്കി ചുരുക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ നിയമസഭാ സമ്മേളനം തീരുമാനിച്ചത് ജനുവരി 25 മുതൽ മാർച്ച് 27 വരെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ 2-2.5 മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ് നടത്താൻ തീരുമാനിച്ചത്. ആ സമ്മേളനമാണ് വെട്ടിച്ചുരുക്കി ഫെബ്രുവരി 15 പിരിയാൻ തീരുമാനമെടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ കാര്യോപദേശക സമിതിയിൽ ഇരുപക്ഷവും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാക്കാനിടയായ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം കേരളം കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, പ്രതിപക്ഷത്തിന്റെ സഹകരണം എങ്ങനെയാണ് എന്ന് നാട്ടുകാർ കാണുന്നുണ്ട് എന്ന്. ആ തരത്തിലുള്ള വർത്തമാനമൊന്നും ഇവിടെ പറയേണ്ടതില്ല എന്ന്. ആ സമയത്ത് സ്വാഭാവികമായി മുഖ്യമന്ത്രി മനസ്സിലുണ്ടാകുക എന്താണ്, കഴിഞ്ഞ കുറെ കാലമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ പദ്ധതികളോടും എല്ലാ പരിപാടികളോടും പൂർണ്ണമായും നിസ്സഹകരിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്.
കേരളീയം ബഹിഷ്കരിച്ചു, നവകേരള സദസ്സ് ബഹിഷ്കരിച്ചു. അങ്ങനെ നിരന്തരം ബഹിഷ്കരണവും സർക്കാരിനെതിരെ ആരോപണങ്ങൾ, കാര്യമായ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയും അങ്ങനെ ഒരു അഴിമതി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളോട്, പരിപാടികളോട് നിസ്സഹരിക്കുന്ന നിലപാടാണ് എപ്പോഴും സ്വീകരിക്കുന്നത് പ്രതിപക്ഷം എന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേന്ദ്രത്തിൽ, ദില്ലിയിൽ പോയി കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ തീരുമാനമെടുത്തു ഫെബ്രുവരി 9-ന്. ആ തീരുമാനത്തോടൊപ്പം പോലും നിൽക്കാൻ തയ്യാറായില്ല കേരളത്തിന്റെ പ്രതിപക്ഷം UDF എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സർക്കാരുമായി സഹകരിക്കുന്ന കാര്യമൊക്കെ ജനങ്ങൾക്കറിയാം, ആ തരത്തിലുള്ള വർത്തമാനമൊന്നും ഇവിടെ പറയേണ്ടതില്ല എന്ന്. എന്നാൽ ഈ തരത്തിലുള്ള വർത്തമാനവും ഞങ്ങളോടും പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് പ്രതിപക്ഷം ചെയ്തത്. അതിനുശേഷമാണ് സഭ നടപടികൾ വെട്ടിച്ചുരുക്കാൻ തീരുമാനമെടുത്തത്. ഫെബ്രുവരി 15-ന് സഭ തീരും. നേരത്തെ തീരുമാനിച്ചത് ജനുവരി 25 മുതൽ മാർച്ച് 27 വരെയാണ്. പക്ഷേ പ്രതിപക്ഷം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ബജറ്റ് അവതരണം നേരത്തെയാക്കണം എന്നാണ്. ഫെബ്രുവരി 5-നാണ് ഇപ്പോൾ ബജറ്റ് അവതരണം തീരുമാനിച്ചത്. അത് ഫെബ്രുവരി 2-ലേക്ക് മാറ്റണമെന്നും ഫെബ്രുവരി 12, 13, 15 തീയതികളിൽ വെച്ച ചർച്ചകൾ മാറ്റി ചർച്ച 5, 6, 7 തീയതികളിലേക്ക് മാറ്റണമെന്നുമാണ് UDFന്റെ ആവശ്യം. 12, 13, 15 ആണ് ഇപ്പോൾ ബജറ്റ് ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. അത് മാറ്റി 5, 6, 7 ഫെബ്രുവരി 5, 6, 7 തീയതികളിലേക്ക് കൊണ്ടുവരണം എന്നുമാണ് UDFന്റെ ആവശ്യം, പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. അത്തരമൊരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെക്കാൻ കാരണം UDFന്റെ ജാഥ ആരംഭിക്കുന്നത് കൊണ്ടാണ് എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. അത് നടക്കില്ല എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ കൃത്യമായും ഉറച്ച ശബ്ദത്തിൽ പറയുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇരുവരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക്, വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തിയത്.